തോൽവിയുടെ കാരണം പിണറായി വിജയന്റെ ഏകാധിപത്യം. ഭാഷ പോലും നല്ല ഭരണാധികാരിക്ക് ചേർന്നതല്ല. പരസ്യ വിമർശനവുമായി സെബാസ്റ്റ്യൻ പോൾ. സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പിണറായി വിജയൻ ശക്തമായ വിമർശനങ്ങളാണ് നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കുണ്ടായ കനത്ത പരാജയത്തിന് കാരണം പിണറായി വിജയനാണെന്ന് പരസ്യമായ കുറ്റപ്പെടുത്തലുമായി ഇടതു സഹയാത്രികനും മുൻ MP-യുമായ സെബാസ്റ്റ്യൻ പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള വ്യക്തിപൂജയിലേക്കും ഏകാധിപത്യത്തിലേക്കും പാർട്ടി വഴിമാറി. പാർട്ടിയേക്കാൾ വലുതാണ് താനെന്ന പിണറായിയുടെ ഭാവമാണ് പാർട്ടിക്ക് കനത്ത തിരിച്ചടി സൃഷ്ടിച്ചതെന്ന് സെബാസ്റ്റ്യൻ പോൾ സൂചിപ്പിച്ചു. പിണറായിയുടെ ഏകാധിപത്യമാണ് പാർട്ടിയിൽ ഉള്ളത്. പിണറായിയുടെ ഭാഷ പോലും നല്ല ഭരണാധികാരിക്ക് ചേർന്നതല്ല. അധികാരത്തിന്റെ ഹുങ്കിൽ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കുന്നതിൽ മുഖ്യമന്ത്രി പരാജയപ്പെട്ടു. രണ്ടാമത്തെ തവണ അധികാരത്തിൽ വന്നപ്പോൾ വിനയത്തിന് പകരം ധാർഷ്ട്യമാണ് പ്രകടമായതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തോൽവിയുടെ ഉത്തരവാദി പിണറായി വിജയൻ മാത്രമാണ്. പ്രതിപക്ഷ നേതാവ് സ്ഥാനം പിണറായി വിജയൻ ഏറ്റെടുക്കരുതെന്നും സെബാസ്റ്റ്യൻ പോൾ അഭിപ്രായപ്പെട്ടു. കൂട്ടായ തീരുമാനങ്ങൾ എന്നതിന് പകരം ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് നടപ്പിലാക്കിയത്. അതിനാൽ ഈ വലിയ തകർച്ചയുടെ ഉത്തരവാദിത്തം പാർട്ടി സെക്രട്ടറിയിലോ മറ്റുള്ളവരിലോ ചാർത്താതെ മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുക്കണമെന്നും സെബാസ്റ്റ്യൻ പോൾ ആവശ്യപ്പെട്ടു. പിണറായി വിജയന്റെ ശൈലി മാറ്റിയില്ലെങ്കിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ത്യത്തിന്റെ തുടക്കമാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അതേസമയം തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം പാലക്കാട്ടെ CPM-ൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ്. പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗവും പാലക്കാട് നഗരസഭാ കൗൺസിലറുമായ അബ്ദുൾ ഷുക്കൂർ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവുമായി ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് രാജി. കൂടുതൽ സ്വതന്ത്രനായി മുന്നോട്ടു പോകുമെന്ന് അബ്ദുൾ ഷുക്കൂർ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു. അതേസമയം അബ്ദുൾ ഷുക്കൂറിന്റെ രാജിക്ക് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി നിരവധി BJP നേതാക്കൾ രംഗത്തെത്തി. ആദ്യ വിക്കറ്റ് വീണു എന്നാണ് BJPയുടെ പ്രതികരണം. മുൻപ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തും ഷുക്കൂറിന്റെ അതൃപ്തി വലിയ വാർത്തയായിരുന്നു. അന്നതൊക്കെ മാധ്യമ വാർത്തകൾ മാത്രമാണെന്ന് പറഞ്ഞ CPM ഒടുവിൽ ഷുക്കൂറിനെ അനുനയിപ്പിക്കുകയായിരുന്നു. അന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ഷുക്കൂറിന്റെ വീട്ടിൽ പോയ മാധ്യമങ്ങളെ ഇറച്ചിക്കടയ്ക്ക് മുന്നിൽ പോയ പട്ടികളെന്ന് സദൃശ്യപ്പെടുത്തി CPM നേതാവും മുൻ MP-യുമായ NN കൃഷ്ണദാസ് ആക്ഷേപിച്ചിരുന്നു. അബ്ദുൾ ഷുക്കൂറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ഇത് ആരുടെയും ഔദാര്യമല്ല, അധ്വാനത്തിന്റെ അടയാളമാണ്. കഴിഞ്ഞ 1.5 വർഷമായി മനസ്സിൽ കൊണ്ടു നടന്ന ആ ഭാരം ഇന്ന് ഇറക്കി വെച്ചിരിക്കുന്നു. ഈ പ്രസ്ഥാനത്തിൽ ഞാൻ വഹിച്ച ഉത്തരവാദിത്തങ്ങൾ ആരോ തന്ന ഔദാര്യമോ ഒസിയത്തോ ആണെന്ന് പരിഹാസം കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. എന്നാൽ ഒന്നുണ്ട്, ഈ നിലയിൽ ഞാൻ എത്തിയത് ആരുടെയും കൈനീട്ടം വാങ്ങിയല്ല, മറിച്ച് വെയിലത്തും മഴയത്തും ഈ പാർട്ടിക്കായി ചെയ്ത വിയർപ്പിന്റെയും അധ്വാനത്തിന്റെയും ഫലമായാണ്. തമ്പ്രാൻ ചമഞ്ഞ ഔദാര്യം വിളമ്പുന്നവർക്ക് മുന്നിൽ തല കുനിക്കാനില്ല. ആ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. കപടമായ ഔദാര്യത്തെക്കാൾ അന്തസ്സുള്ള നിലപാടാണ് എന്നും വലുത് എന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.